ഇന്നൊരു ചെറിയ യാത്രയാണ് മലപ്പുറത്തെ പാലാപ്പെട്ടി അമ്മയുടെ ആൽമരത്തണലിലേക്ക്. ഞാനും അമലും ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലാണ്. പാലാപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രം. ഇത് വെച്ചാൽ നമ്മൾ കൊടുങ്ങൽ ഭരണി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്ന ഉത്സവമാണ് ഇവിടെ. ഉത്സവത്തിനെ ബന്ധപ്പെട്ട് ഒരുപാട് നല്ല നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ പൊന്നാനിക്കും ചാവക്കാടിനും ഇടയിലായി ശാന്തമായി കുടികൊള്ളുന്ന ഒരു പുണ്യഭൂമിയാണ് പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രം. എടമുട്ടത്തിൽ നിന്നും ആവാഹിച്ചു കൊണ്ടുവന്ന പാലാപ്പെട്ടിയമ്മ ഈ നാടിൻ്റെ കാവൽ രൂപം എന്നാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം. പുരാണ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. എല്ലാവരുടെയും അനുഗ്രഹിക്കുന്ന ഭഗവതി അമ്മയുടെ ക്ഷേത്രമാണിത്. കൊടുങ്ങൽ അമ്മയുടെ അനിയത്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷവും അനുഗ്രഹവും കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. പിന്നെ ഞാൻ ഒരു പുസ്തകം വയ്ക്കാൻ വന്നതാണ്. ഞാൻ തന്നെ എഴുതിയൊരു പുസ്തകമാണത്. വർഷങ്ങളെ ഹിമാലയങ്ങളായിരുന്നു. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ പുസ്തകമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ഇവിടെ ഇത് വർഷത്തിലൊരിക്കൽ നടക്കുന്നില്ലേ, ഭരണ ദിവസമല്ലേ, ഇന്ന് എല്ലാവരും വരിക, പിന്നെ അമ്മയുടെ അനുഗ്രഹം തേടുക, പ്രസാദം കഴിക്കുക. 3 നേരം ആഹാരമുണ്ട് ഇവിടെ. നല്ല സുന്ദരമായ സ്ഥലമാണ്. ഒരുപാട് ആൽമരങ്ങളുള്ള ക്ഷേത്രമാണിത്. അപ്പോൾ എല്ലാവർക്കും വരാം, ശാന്തമായിട്ടിരിക്കാം കുറേ സമയം. മീനഭരണി മഹോത്സവത്തിന്റെ ആവേശം വാനോളമുയർത്തിക്കൊണ്ടുള്ള കാഴ്ചവരവ്, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തെയ്യക്കോലങ്ങളും തിറകളും അണിനിരുന്ന ഈ ഘോഷയാത്ര കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. തിരക്കേറിയ ഈ ബൈപ്പാസിന് തൊട്ട് താഴെ നമ്മുടെ പഴയ റോഡിലൂടെയാണ് ഈ കാഴ്ചവരവ് നീങ്ങുന്നത്. പുതിയ കാലത്തിൻ്റെ വേഗതകൾക്കിടയിലും ആ പഴയ വഴികളിൽ ഇന്നും നമ്മുടെ പൈതൃകം ഇതുപോലെ തലയുയർത്തി നിൽക്കുന്നു. മനസ്സു നിറയെ ഈ ഉത്സവ കാഴ്ചകളുമായി ഞങ്ങൾ മടങ്ങുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ നിൽക്കുക. ഇനിയൊരു പുതിയ യാത്രയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.